ഇന്ത്യയുടെ പ്രഥമ പൗരൻ, സർവ്വസൈന്യാധിപൻ എന്നീ ഖ്യാതികളുള്ള രാഷ്ട്രപതിയെക്കുറിച്ച് ശ്രീ രാംനാഥ് കോവിന്ദിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം 1945 മധ്യപ്രദേശിലെ കാൺപൂരിലാണ് ജനിച്ചത്. പിന്നീട് 29ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു. സവിത കോവിന്ദ് എന്നാണ് ഭാര്യയുടെ പേര്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ബ്രിട്ടീഷ് സംസ്കാരമാണ് രാഷ്ട്രപതിയുടെ കാര്യത്തിൽ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി പ്രഥമ പൗരനാവുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ രാഷ്ട്രത്തിന്റെ പ്രഥമ പൗരയാണ്. അങ്ങനെ സവിത കോവിന്ദ് എന്ന് പറയുന്ന അവരാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ പൗര. അങ്ങനെ ഒരു വിശേഷണമുണ്ട്. പിന്നെ ഒരു പ്രസിഡന്റിന്റെ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു എമർജൻസി ഒക്കെ വരുമ്പോഴാണ് ശരിക്കും പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രസിഡന്റ് സിഗ്നേച്ചറിനാണ് ഏറ്റവും അധികം വിലയുള്ളത്. ഇപ്പോൾ ഒരു ആസ് എ പ്രസിഡന്റ് പുറത്തിറങ്ങിയുള്ള പബ്ലിക് ഇന്ററാക്ഷൻ സ്പീച്ചസ് എല്ലാം ലിമിറ്റഡ് ആയിരിക്കും. എങ്കിൽ പോലും എല്ലാ ലോയും പാസ്സാക്കാൻ ഏറ്റവും അധികം അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു റബ്ബർ സ്റ്റാമ്പും ഒരു സിഗ്നേച്ചറും പ്രസിഡന്റിന്റേതാണ്. ഏറ്റവും ഒരു രാഷ്ട്രം യുദ്ധം ആരംഭിക്കണോ എന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഒരാളെ കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെടുത്തണമോ അതോ അയാൾക്ക് കൊലക്കയർ വിധിക്കണമോ എന്ന് അന്തിമമായി തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇത്തരത്തിലുള്ള പുതിയൊരു നിയമം പാസ്സാക്കുമ്പോൾ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമത്തിന് അവസാനമായി ഒപ്പിട്ട് അതൊരു നിയമമായി പുറത്തു വരുന്നത് രാഷ്ട്രപതിയുടെ കൈകളിലൂടെയാണ്. ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ പ്രഥമ പൗരൻ പേര് പോലെ തന്നെ എല്ലാത്തിലും ഒരു അവസാന വാക്കാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അതുപോലെ രാഷ്ട്രപതിയുടെ ഭവനം കൂടി നമ്മൾ മെൻഷൻ ചെയ്യാതെ പോകരുത്. റെയ്സിന കുന്നിലുള്ള രാഷ്ട്രപതി ഭവനിലാണ് ന്യൂഡൽഹിയിൽ. അതെ, ന്യൂഡൽഹിയിലെ റെയ്സിന കുന്നിലുള്ള രാഷ്ട്രപതി ഭവനിലാണ് അദ്ദേഹവും ഭാര്യയും താമസിക്കുന്നത്. അതെ, അതിന്റെ വീഡിയോസ് എല്ലാം ഇപ്പോഴത്തേക്കും വാട്സാപ്പിലൂടെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിലോ യൂട്യൂബിലോ പോയി എളുപ്പം കാണാവുന്നതാണ് ഈ രാഷ്ട്രപതി ഭവനത്തിന്റെ വീഡിയോസും ഉൾപ്രദേശവും എല്ലാം. എന്തായാലും അടുത്ത സെഗ്മെന്റ് കഴിഞ്ഞിട്ട് മടങ്ങി വരാം. അടുത്ത സെഗ്മെന്റ് പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. ഈ ദശാകാലങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് ഈ ദശാകാലങ്ങൾ? ഓരോ നാളുകൾക്കും ഇങ്ങനെ ദശാകാലങ്ങളുണ്ടോ? അതിനുള്ള പൂജകൾ, പ്രതിവിധികൾ, ഇത്തരം കാര്യങ്ങളുണ്ടോ? ഇതൊക്കെ ഒന്ന് പറയാമോ സർ? അതായത് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ച് പോയിട്ടുണ്ട് ദശാകാലങ്ങളും നക്ഷത്രഫലങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും പലരും ആവശ്യപ്പെടാറുണ്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് ഒന്നും കൂടി വീക്ഷിക്കാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യമായിട്ട് 27 നക്ഷത്രങ്ങളിലേക്ക് വരുമ്പോൾ 27 നക്ഷത്രത്തിൻ്റെ ഉത്ഭവ നക്ഷത്രമായ അശ്വതിയിൽ നിന്ന് തുടങ്ങാം. അശ്വതി മകം മൂലം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക, ഒരു നക്ഷത്രം, നമ്മുടെ നക്ഷത്രം അശ്വതി ആണെങ്കിൽ അതിൻ്റെ അനുജന്മ നക്ഷത്രം മകവും മൂലവുമാണ്. അപ്പോൾ നമുക്ക് അശ്വതി നക്ഷത്രത്തിന് നമുക്കൊരു വഴിപാട് ചെയ്യാൻ പറ്റില്ല എങ്കിൽ മകത്തിനോ മൂലത്തിനോ വഴിപാട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ നക്ഷത്രം മൂലമാണെങ്കിൽ അശ്വതിക്കും മകത്തിനും ചെയ്യാം, മകമാണെങ്കിൽ അശ്വതിക്കും മൂലത്തിനും ചെയ്യാം. അപ്പോൾ ഈ 3 നക്ഷത്രങ്ങൾ, ഇതാണ് ജന്മാനുജന്മ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ വയ്ക്കുന്നത് നമുക്ക് ഇങ്ങനെയുള്ളൊരു വഴിപാട് നമ്മുടെ ജന്മനക്ഷത്രത്തിന് അല്ലെങ്കിൽ പക്കാപ്പിറന്നാൾ എന്ന് പറഞ്ഞാൽ മാസത്തിൽ നമ്മൾ ജനിച്ചതും മേടമാസത്തിൽ അശ്വതി ആണെങ്കിൽ വീണ്ടും ഇടവമാസത്തിൽ വരുന്നതും ഇതിന് മാസത്തിൽ വരുന്ന അശ്വതി എല്ലാം നമ്മുടെ പക്കാ പിറന്നാളുകളാണ്. അതായത് എല്ലാ മാസത്തിലും വരുന്ന പിറന്നാൾ, അതായത് ആ നാൾ വരുന്നത്, അതാണ് പിറന്നാൾ, പക്കാ പിറന്നാൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ പക്കാ പിറന്നാളുകൾക്ക് നമുക്ക് ഈ പറഞ്ഞ അശ്വതിക്ക്, ഒരു ലേഡി ആണെങ്കിൽ ആ ലേഡിക്ക് ചിലപ്പോൾ അശ്വതി വന്നു കഴിഞ്ഞാൽ ക്ഷേത്ര വഴിപാട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മകത്തിനോ മൂലത്തിനോ ചെയ്യാം. ആ മാസത്തിൽ തന്നെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തോണം. അതേപോലെ ഒരാൾ മരിച്ചു കഴിഞ്ഞാലും ആ നക്ഷത്രത്തിന്, ഇപ്പം അച്ഛൻ മരിച്ചു, പെൺകുട്ടിയാണെങ്കിൽ അതിന് ബലിയിടാനൊന്നും പറ്റില്ല, പിരീഡായിപ്പോയി, അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മരിച്ച നാളിൻ്റെ അനുജന്മനാൾ, അതാണ്. അപ്പോൾ നക്ഷത്രം അറിയുമ്പോൾ ഈ നക്ഷത്രത്തിൻ്റെ ഏത് നക്ഷത്രമാണോ അതിൻ്റെ അനുജന്മനാൾ കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ആ അനുജന്മനാൾ കണക്കാക്കിയിട്ട് അതിൻ്റെ കർമ്മം, ബലികർമ്മം ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ അതിന് വീണ്ടും പ്രായശ്ചിത്തം ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്ക് തടസ്സം വന്നുകൊണ്ട്, അശുദ്ധി വന്നുകൊണ്ട് ശുദ്ധിയുള്ള നാളിൽ ആ കർമ്മം ചെയ്ത് തീർക്കുക. അപ്പോൾ അതുകൊണ്ട് അശ്വതി മകമൂലം എന്ന് പറയുന്ന ആ 3 നക്ഷത്രം കൂടിയ, അതാണ് ജന്മാനുജന്മ നക്ഷത്രം. ജന്മാനുജന്മം എന്ന് പറയുന്നത് ഒന്ന് ജനിച്ച നക്ഷത്രവും മറ്റുള്ളത് അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങൾ. അശ്വതിയും മകവും മൂലം എന്ന് പറയുന്നത് ഒരേ ഗുണമായിരിക്കും ഈ നക്ഷത്രങ്ങൾ കാണിക്കുക. അപ്പോൾ ഈ നക്ഷത്രങ്ങൾക്ക് കേതുർദശയിലാണ് അതിൻ്റെ ജനനം, കേതുർദശ. അപ്പോൾ കേതുർദശ എന്ന് പറയുമ്പോൾ 7 വർഷമാണ് കേതുർദശ. അത് നമ്മൾ മുമ്പ് പറഞ്ഞു. എത്ര നാഴികയാണോ നമ്മുടെ നക്ഷത്രത്തിൽ കഴിഞ്ഞു പോയത് അത് കഴിച്ചിട്ട് ബാക്കി വരുന്ന കാലമാണ്
ദശാകാലം. അതായത് നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപയാണോ നമ്മൾ ആദ്യമായിട്ട് അഡ്വാൻസ് ചെയ്തത്, അതായത് 5 ലക്ഷമാണ് നമുക്ക് മൊത്തം പ്രോപ്പർട്ടിയുടെ വില, അതിൽ 1 ലക്ഷമാണ് നമ്മൾ അഡ്വാൻസ് ചെയ്യുന്നതെങ്കിൽ ബാക്കി 4 ലക്ഷമാണ് ബാങ്ക് നമുക്ക് ലോൺ അനുവദിച്ചത് എന്ന് പറഞ്ഞ പോലെ എത്രയാണോ കഴിഞ്ഞു പോയത് ആ കഴിഞ്ഞു പോയത് കഴിച്ചിട്ട് ബാക്കിയുള്ളതാണ് നമ്മുടെ ബാക്കിയുള്ള ദശാകാലം. അപ്പോൾ ജന്മശിഷ്ടം എന്ന് പറയുന്നത് അതാണ്, ജനിച്ചിട്ട് ബാക്കിയുള്ള ശിഷ്ടം, അതായത് ബാക്കിയുള്ള ആ ദശയുടെ വയസ്സ്, എത്ര വയസ്സ് വരെയാണോ ദശാകാല ജീവിതം, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ദശാകാലം ബാക്കി. അതായത് പല ജാതകങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ടാവും ജന്മശിഷ്ടം ഇത്ര വർഷം, ഇത്ര മാസം, ഇത്ര ദിവസം, ഇത്ര നാഴിക, ഇങ്ങനെ വിനാഴിക എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ നാഴിക വിനാഴിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കോമഡി പോലെയാണ്. നമ്മളറിയേണ്ടത് വർഷവും മാസവും അത്ര അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ 2.25 വർഷം കടന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത ദശ വരുന്നു, ആ ഒരു കണക്കിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ദശ ഇപ്പോൾ നമുക്ക് കേതുർദശയിൽ ജനിച്ചു, ഇതേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു നക്ഷത്രം നമുക്കറിയാം, ജനിച്ച സമയമൊന്നും അറിയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന ആ നക്ഷത്രത്തിൻ്റെ ദശാകാലം എത്ര വർഷമാണോ, അതായത് കേതുർദശ 7 വർഷം, അതിൻ്റെ പകുതിയായിട്ട് നമുക്ക് കഴിഞ്ഞു പോയതായിട്ട് കണക്കൂട്ടിയിട്ട് ബാക്കി പകുതി നമ്മുടെ ദശാകാലം ബാക്കിയായിട്ട് കൂട്ടാം. അങ്ങനെ 3.5 വർഷം കേതുർദശയായിട്ട് കണക്ക് കൂട്ടാം. അപ്പോൾ അത് ഏത് നക്ഷത്രത്തിനും ഇതേപോലെ അശ്വതി മകം മൂലം എന്ന് പറയുന്ന പോലെ ഭരണി പൂരം പൂരാടം ഇതിന് ശുക്രദശയാണ്, അതിന് 20 വർഷമാണ് കണക്ക്. ഇങ്ങനെയുള്ള ഒരാൾക്കും ഈ സമയം അറിയില്ലെങ്കിൽ അതിൻ്റെ 10 വർഷം പകുതിയായിട്ട് കണക്ക് കൂട്ടാം. ആ ഒരു രീതിയിലേക്ക് കണക്കെടുത്ത് ആ ദശാകാലം കണക്കൂട്ടി പിന്നീട് വരുന്ന എല്ലാ ദശാകാലങ്ങളും നമ്മുടെ വയസ്സ് കണക്കൂട്ടി അങ്ങ് പോയി കഴിഞ്ഞാൽ ഏത് ദശയിലാണോ ജീവിക്കുന്നത് ആ ദശാനാഥനാണ് നമ്മൾ വഴിപാട് ചെയ്യേണ്ടത്. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, നക്ഷത്രത്തിന് ഒരു ദേവനുണ്ട്, അതായത് അശ്വതി നക്ഷത്രത്തിന് ഒരു ദേവനുണ്ട്, ഭരണിക്ക് ദേവനുണ്ട്, അങ്ങനെ 27 നക്ഷത്രങ്ങൾക്ക് ഓരോ ദേവന്മാരുണ്ട്. പിന്നെ അതുകൂടാതെ ദശാകാല ദേവനുണ്ട്. അപ്പം ഞങ്ങൾ ആരെയാണോ പൂജിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ സംശയങ്ങൾ വരാറുണ്ട്. അപ്പം നമ്മൾ പറയുന്നത്, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും പൂജിക്കേണ്ടത് നമുക്ക് നിലവിൽ ഏത് ദശാകാലത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് ആ ദശാനാഥനാണ് വഴിപാട് ചെയ്യേണ്ടത്. കാരണം എന്താ, നമ്മൾ ജനിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി ജനിച്ചപ്പോൾ. അപ്പോൾ ഇപ്പോൾ പ്രധാനമന്ത്രി, ഇപ്പോൾ ഇന്ദിരാഗാന്ധി ഉണ്ടോ? ഇല്ല. അപ്പം അതേപോലെയാണ് ഈ ജനിച്ച നക്ഷത്രത്തിൻ്റെ ദേവൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അപ്പം നിലവിൽ ആരാണോ പോകുന്നത് അതാണ് നമ്മുടെ പ്രധാനമന്ത്രി. മറ്റേതെല്ലാം മുൻ പ്രധാനമന്ത്രിയാണ്, മുന്നാണ്. അവർക്ക് വേറെ അധികാരങ്ങളില്ല, അവരിപ്പോൾ നിലവിലില്ല. അപ്പോൾ അതേപോലെയാണ് ഇതിൻ്റെ കണക്ക്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് അശ്വതി മകം മൂലം കേതുർദശയിൽ നമുക്ക് ഈ കേതുർദശ എന്ന് പറയുമ്പോൾ ഗണപതി തടസ്സത്തിൻ്റെ ആളാണ്. കേതു എന്നാൽ തടസ്സമാണ്. അപ്പോൾ തടസ്സം തീരുന്നതിന് ഗണപതിക്കാണ് വഴിപാട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഗണപതിക്ക് എല്ലാ മാസം പക്കാപ്പിറന്നാളിന് ഗണപതി ഹോമം ചെയ്യുക. പിന്നെ അതേപോലെ ചാമുണ്ടേശ്വരി ദേവി ഉണ്ടെങ്കിൽ ഈ ചാമുണ്ടിയായിട്ട് കണക്ക് കൂട്ടുന്നുണ്ട് കേതുവിനെ. അപ്പോൾ ചാമുണ്ടേശ്വരി ദേവീക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ദേവിക്ക് കടുംപായസം കൊടുക്കാം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യാം. അതേപോലെ ഗണപതിക്ക് ഗണപതി ഹോമം നടത്താം. പിന്നെ അതേപോലെ നമ്മൾ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്, ഭഗവാന് 18 ചെറുനാരങ്ങ വാഴനാരി കോർത്ത് 3 ദിവസം മാല ചാർത്താൻ കൊടുക്കുകയും 3 ദിവസം ഗണപതി ഹോമം നടത്തി കഴിഞ്ഞാൽ ഒത്തിരി മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ സാധിച്ചു തരും. 18 എന്നുള്ളത് 21 നാരങ്ങ കോർത്താലും വേറെ ദോഷമൊന്നുമില്ല. കാരണം 21 എന്ന് പറയുന്നത് ഭഗവാന്റെ ഹോമസംഖ്യയും 18 എന്ന് പറയുന്നത് 18 ദുർഗാക്ഷേത്രങ്ങൾ, 18 വിഷ്ണു ക്ഷേത്രങ്ങൾ, 18 പുരാണങ്ങൾ, 18 പടികൾ, അങ്ങനെ ആ 18-ന് പ്രാധാന്യം വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ 18 ചെറുനാരങ്ങ വാഴനാരിൽ കോർത്ത് ഭഗവാന് 3 ദിവസം അടുപ്പിച്ച് നമ്മൾ കോർത്ത മാല നമ്മൾ വാഴനാരിൽ കോർത്തിട്ട് ഭഗവാന് മാല സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എൻ്റെ അടുത്തൊക്കെ പൂജയ്ക്ക് വരുമ്പോൾ പലരും പറയാറുണ്ട്, ഇങ്ങനെയുള്ള വഴിപാടൊക്കെ ചെയ്തപ്പോൾ വിൽക്കാതെ കിടന്ന സ്ഥലം വിറ്റുപോയി, അതേപോലെ കുറച്ച് പൈസ കിട്ടി, അങ്ങനെ ഒരുപാട് മിറക്കിളുകൾ പലർക്കും സംഭവിച്ചായിട്ട് വിളിച്ച് പറയാറുണ്ട്. എൻ്റെ അടുത്ത് നേരിട്ട് കൺസൾട്ടേഷൻ വരുമ്പോൾ അവർ പറയാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഭഗവാന് ആ വഴിപാട് നിഷിദ്ധം എന്ന് പറയുന്ന വിഡ്ഢികളോട് പറയുന്നുള്ള മറുപടിയാണ്. കാരണം നിഷിദ്ധമാണെങ്കിൽ ഒരിക്കലും അതിന് റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഭഗവാന് ഏറ്റവും ഇഷ്ടമായതുകൊണ്ടാണ് ഈ 18 ചെറുനാരങ്ങ മാല ചാർത്തി, അതായത് നമ്മൾ കോർക്കുന്ന മാല ഭഗവാൻ ഹാരമായിട്ട് സ്വീകരിക്കുകയും ഹോമം ഭക്ഷണമായിട്ട് സ്വീകരിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേതുർദശ 7 വർഷം കടന്നു പോകുമ്പോൾ ഈ വഴിപാട് കൃത്യമായിട്ട് പക്കാപ്പിറന്നാളിന് ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ നമുക്ക് വലിയ തടസ്സങ്ങൾ നേരിടുന്നവർ ഒരു 3 ദിവസം അടുപ്പിച്ച് എല്ലാ മാസത്തിലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അവരവർക്ക് തന്നെ ചെയ്യാവുന്ന ഒരു വഴിപാടാണ്. ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞു, നിങ്ങളിങ്ങനെയൊക്കെ ചെന്നിട്ട് ആചാര്യന്മാരോട് പറഞ്ഞിട്ട് പൂജാരിനോട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവിടെ മാല കെട്ടായിരിക്കുന്ന ഗ്രൂപ്പിനോട് പറഞ്ഞിട്ടൊന്നും ഇവർ വഴങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ മാലയൊക്കെ കോർത്ത് ഒരു
3 ദിവസം അടുപ്പിച്ച് ഭഗവാന്റെ നടയിൽ എവിടെയാണോ വെക്കാൻ സൗകര്യം തന്നെ അവിടെ കൊണ്ട് വെക്കാം, ഭഗവാനോട് ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിക്കാം, ഒരു ഹോമം കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു 21 ഇങ്ങനെയുള്ള മാലയൊക്കെ നിങ്ങൾ സ്വയം ആ ഭഗവാനെ ഒരു 7 മാസമൊക്കെ സമർപ്പിച്ച് കഴിഞ്ഞാൽ ആ പൂജാരിക്ക് നല്ലൊരു പണി കിട്ടും. എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞ പോലെ അവർക്ക് പണി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ നിങ്ങളെ ഈ അയിത്തത്തിൻ്റെ പേരിലൊക്കെ അകറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നത് ആചാര്യന്മാർക്ക് വരുന്ന അബദ്ധങ്ങളാണ്. കാരണം നമ്മുടെ ഇവിടെ പുരാണം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജാതീയമായിട്ടുള്ള ആ വേർതിരിയിൽ വന്ന ഒരു അബദ്ധങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾക്ക് ജനങ്ങൾക്ക് തന്നെ നേരിട്ട് തിരിച്ചു മറുപടി കൊടുക്കാവുന്നതാണ് ഇങ്ങനെയുള്ള കാര്യമൊക്കെ ചെയ്തു കൊടുത്താൽ. ഞങ്ങളിതൊക്കെ മുമ്പ് പറയാണ്ടിരുന്നത് നല്ല രീതിയിൽ തന്നെ ഇവരെല്ലാം അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് രീതിയാണ്. പക്ഷേ അത് പലരും വിസമ്മതിക്കുമ്പോൾ അതിനുള്ളൊരു പരിഹാരം ഇങ്ങനെയും കൂടിയുണ്ട്. നിങ്ങളുടെ ശാപം ഈ ആചാര്യന്മാരെ ഏറ്റുവാങ്ങുക. കാരണം ഞാനത് പറയാൻ കാരണം, എൻ്റെ അടുത്ത് പലരും പൂജയ്ക്ക് വരുമ്പോൾ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മക്കൾക്ക് ഡിപ്രഷനായിട്ട് വരാറുണ്ട്, അതേപോലെ സ്കൂൾ ടീച്ചേഴ്സിൻ്റെ മക്കൾക്കും ഡിപ്രഷനായിട്ട് വരാറുണ്ട്. അപ്പോൾ എന്തായിരിക്കും കാരണം? പോലീസ് ഓഫീസേഴ്സിൻ്റെ മക്കൾക്ക് ഡിപ്രഷനായിട്ട് വരാം, കാരണം കുറ്റവാളികളല്ലാത്തവരൊക്കെ പിടിച്ചിടിച്ചിട്ട് അങ്ങനെയൊക്കെ പ്രാക്ക് കിട്ടിയെന്ന് പറയാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ടീച്ചേഴ്സിൻ്റെ മക്കൾക്ക് അങ്ങനെ വരാൻ പാടുണ്ടോ? ഉണ്ടോ? പിന്നെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? കാരണം തോറ്റുപോകുന്ന കുട്ടികളുടെ പ്രാക്ക്, അതായത് ടീച്ചേഴ്സ് അവരുടെ ധർമ്മം കൃത്യമായിട്ട് പരിപാലിക്കാൻ മടിക്കുമ്പോൾ കുട്ടിക്ക് തീർച്ചയായിട്ടും എനിക്ക് നല്ല ഗുരുക്കന്മാർ വരാതെ പോയതുകൊണ്ടാണ് എൻ്റെ പരാജയം സംഭവിച്ചത് എന്നുള്ള ആ വേദന വരുമ്പോൾ ആ വേദനയുടെ പ്രാക്ക് തൻ്റെ സന്താനത്തിലൂടെ ദൈവം എന്ന് പറയുന്ന ശക്തി തിരിച്ചു തരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മുടെ കയ്യിൽ കുറേ പൈസ ഉണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെന്ന് എഴുതിയിട്ട് അഹങ്കരിച്ച് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം ദേവന് വേണ്ടിയിട്ട്, അതായത് മനുഷ്യൻ ദേവന് വേണ്ടി ചെയ്യുമ്പോൾ ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നിശ്ചയിക്കുമ്പോൾ ഇതിൻ്റെ ബാക്കി പത്രമായിട്ട് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. നമ്മുടെ സന്താനം നമുക്ക് ശത്രുവായിട്ടൊക്കെ മാറും. അപ്പോൾ ഇങ്ങനെയുള്ള ബോധം ഏത് കുലത്തിൽ ജനിച്ചാലും അത് ആദ്യം മനസ്സിലാക്കിയിരിക്കും. കാരണം ഇത് പറയാൻ കാരണം, എൻ്റെ അടുത്ത് ഒരു അയ്യർ സമുദായാംഗം പ്രശ്നപരിഹാരത്തിന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ കുലത്തിൽ മൂത്ത ആൾക്ക് മാത്രമേ ഹോമങ്ങളും പൂജകളും നടത്താൻ പാടുള്ളൂ, അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്ന് പറയണമെന്ന് പറഞ്ഞു. എൻ്റെ അഭിപ്രായം പറഞ്ഞത്, മനുഷ്യനായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗുരുനാഥൻ പറഞ്ഞിരിക്കുന്നത് ആണോ പെണ്ണോ, അതായത് സ്ത്രീയോ പുരുഷനോ ആരായിരുന്നാലും ദൈവിക കർമ്മങ്ങൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അല്ലാതെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളെല്ലാം ഓരോരുത്തരുടെ സുഖത്തിന് വേണ്ടിയിട്ട് മാത്രം, അവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് മാത്രം കാണിച്ച് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടാണ് നിയമങ്ങളാണ്. ദൈവത്തിൻ്റെ വഴിയിൽ ഈ വക തടസ്സങ്ങളൊന്നുമില്ല. അപ്പം ഇതെല്ലാം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോയാൽ നമുക്ക് മനസ്സമാധാനം എന്ന ഏറ്റവും വലിയ ധനത്തിൻ്റെ ഉടമയായിട്ട് തന്നെ ജീവിച്ചു തീർക്കാൻ സാധിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ കത്തുകളായി ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, പ്രണവം, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത് വന്നത് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശ്രീ രാംനാഥ് കോവിന്ദിനെ കുറിച്ചാണ്. ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറയാതെ വയ്യ. ഇദ്ദേഹം വളരെ ഒരു മഡ് ഹട്ടിലാണ് ഇദ്ദേഹം ജനിച്ചത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ 5ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിൻ്റെ ഓലമേങ്ങ പുരയ്ക്ക് തീപിടിക്കുകയും ആ തീപിടുത്തത്തിലുള്ള ബേൺസിൽ അദ്ദേഹത്തിൻ്റെ അമ്മ മരണപ്പെടുകയുമായിരുന്നു. അതിനുശേഷം സ്വന്തം പ്രയത്നത്താൽ 5 മക്കളായിരുന്നു. അദ്ദേഹം സ്വന്തം പ്രയത്നത്താലാണ് പഠിച്ചതും പഠിക്കാൻ മിടുക്കനായിരുന്നു. അതുകൊണ്ട് തന്നെ 12ാം ക്ലാസ് കഴിഞ്ഞ് 12th കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഗ്രാജുവേഷന് ഇത്തിരി ദൂരത്തുള്ള ഒരു ലോ സ്കൂളിൽ പോയി പഠിക്കുകയും കാൺപൂരിൽ പോയി പഠിക്കുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് സിവിൽ സർവീസ് എന്ന മോഹവുമായി ഡൽഹിയിലെത്തി. അവിടെ നിന്ന് പിന്നീട് സിവിൽ സർവീസ് എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തപ്പെടുകയും പിന്നെ ലോയർ, തിരിച്ച് നിയമത്തിലേക്ക് തിരികെ വരികയും ചെയ്തു. പിന്നീട് ഒത്തിരിയധികം വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ IIM-ലും ഡോക്ടർ അംബേദ്കർ യൂണിവേഴ്സിറ്റിയിലും എല്ലാം കൺസൾട്ടിംഗ് പൊസിഷനിലൊക്കെ ഇരുന്നിട്ടുള്ള വളരെ വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ രാഷ്ട്രപതിയായിട്ട് അധികാരത്തിലേറുന്നത്. കഴിഞ്ഞ ജൂലൈ 25-ാം തീയതിയാണ് അദ്ദേഹം ചാർജ് ഏറ്റെടുത്തത്. അപ്പോ അദ്ദേഹത്തിന് നമ്മുടെ ഇന്ത്യക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് ഒരു പുതിയ മാർഗനിർദ്ദേശം നൽകുന്നതിൽ അല്ലെങ്കിൽ പുതിയൊരു വഴി വെട്ടിത്തെളിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും വിടവാങ്ങാനുള്ള സമയമായിരിക്കുകയാണ്. വീണ്ടും നിങ്ങളെല്ലാം മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം. ബൈ.